ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു വിവരമാണ് സിജു കണ്ണൻ പങ്കുവെക്കുന്നത്. അതായത് റോഡിലെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതിനായിരുന്നു അധികൃതർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഇപ്പോഴും ഈ റോഡിനോട് ചേർന്ന് ഈ വണ്ടികൾ നിർത്തിയിടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് നിരന്തരം ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കൂ, 7 മണിയായപ്പോൾ തിരച്ചിൽ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഈ നിലയിലാണ് തുടരുന്നതെങ്കിൽ ഇനിയും എത്ര മണിക്കൂർ, എത്ര ദിവസമൊക്കെ കാത്തിരിക്കേണ്ടി വരും നമ്മൾ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ്? ഒരു കിരാത ഭരണകൂടം പോലും ചെയ്യാത്ത രീതിയിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളവരും ഈ സംഭവം വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാവും. ഇന്ന് കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് 95% മണ്ണ് മാറ്റി കഴിഞ്ഞു, ഇനി മണ്ണ് അവിടുന്ന് എടുക്കേണ്ട കാര്യമില്ല, 90% മണ്ണ് മാറ്റി കഴിഞ്ഞു, അതുകൊണ്ട് ദൗത്യം ഇനി പുഴയിലേക്ക് മാറ്റാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു പച്ചക്കള്ളവ! 2 കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ തന്നെ ഇപ്പം ജാർഖണ്ഡിലാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ 2018 പ്രളയത്തിലായാലും സുസ്ഥിരമായ രീതിയിൽ സേവനം ചെയ്ത രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് അടിവരയിടുന്ന ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുഭാഷ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയാണ്. അല്ല, ലോറി ഡ്രൈവറിലും ലോറിയിലെ ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ ഡ്രൈവറും ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ ദൃക്സാക്ഷിയാണ്. അദ്ദേഹം പറയുന്നത് അവിടെ നിന്നപ്പോൾ കണ്ടത് ഈ മണ്ണിടിയുന്നു, വെള്ളം കയറുന്നു, അവരുടെ ലോറി മാറ്റിയിട്ട് മറ്റൊരു ടാങ്കർ രക്ഷപ്പെടുത്തി. കാണുമ്പോൾ ഒരു ടാങ്കർ ലോറിയുടെ എഞ്ചിൻ ക്യാബിനടിച്ചുള്ള ടാങ്കർ ഈ ഗംഗാവാലി നദിയിലേക്ക് വീഴുകയും അവിടെ വെള്ളം ഉയരുകയും ചെയ്തു. എന്നാൽ ഈ അർജുൻ ഓടിച്ചിരുന്ന വാഹനം നേരെ താഴെയാണ്, ഈ മണ്ണിടിയുന്നതിന് നേരെ താഴെയാണ് കിടന്നത്. ഒലിച്ചു പോയത് ഏതാണ്ട് 10ഓളം ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരും ആ കുടുംബത്തിന്റെ മാതാപിതാക്കളും 2 കുട്ടികളുമാണ് ആ കെട്ടിടത്തോട് ചെറിയ ഷെഡിനോട് ഒലിച്ചു പോയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ലോറി അവിടെ വീണിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സുഭാഷ് എന്ന് പറയുന്ന മലയാളി, അതായത് ഒരു ലോറി ജീവനക്കാരനാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത് പറഞ്ഞ വളരെ കൃത്യമാണ്. തന്നെയുമല്ല, 30ഓളം ടൺ തടിയും 16 ടൺ ഭാരവുമുള്ള ഒരു ലോറി ആ മറിഞ്ഞ് ഈ മണ്ണിനടിയിൽ നിന്നും പുഴയിലേക്ക് ഒഴുകിയെങ്കിൽ തീർച്ചയായിട്ടും ആ തടിയെല്ലാം അവിടെ ഛിന്നഭിന്നമായി പോവുകയും ചെയ്യും. അതിലൊക്കെ ഉപരിയായിട്ട് വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ആ മണ്ണിനടിയിൽ ആ ചെറുപ്പക്കാരൻ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതിലും 3 ദിവസം, മൂന്നാമത്തെ ദിവസം വൈകുന്നേരം 7 മണി വരെ അദ്ദേഹത്തിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2.5 ദിവസം പൂർണ്ണമായിട്ട് ആ ലോറിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ വീട്ടുകാരെ തന്നെ പറഞ്ഞു 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത് പുഴയിലേക്ക് വീണത്? അപ്പൊ നിരുത്തരവാദിത്തം എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം നിർത്തി രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു കുതന്ത്രമാണ്, മനുഷ്യത്വരഹിതമായ നടപടിയാണ് ആ സർക്കാരിന്റെ ഭാഗത്തുണ്ടായതിന്. ഇതിലപ്പുറം എന്തെങ്കിലും തെളിവുണ്ടോ? മിനിഞ്ഞാന്ന് ഈ പറയുന്ന ലോറിയുടെ ഉടമ, ആ നവാസ് നോമിച്ച് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഈ രഞ്ജിത്ത് മനോഹരിയെ വിളിച്ചു വരുത്തുകയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തന്നെ അങ്കോളയിലൂടെ വന്ന ഒരു ട്രെയിനെ 1 മിനിറ്റ് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ നിർത്തി ആ രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളക്ടറുടെ അനുമതിയെ ധിക്കരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കൂടെയുള്ളവരെ അകത്തേക്ക് കടത്തിവിടാതുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ചോദിച്ചത്. ആ SP എന്ന് പറയുന്ന ആള് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടുന്ന് പോയതിനു ശേഷമാണ് രക്ഷാദൗത്യം തന്നെ ചെറിയ രീതിയിൽ ആരംഭിച്ചത്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കൂ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വന്ന് പോയതിനു ശേഷം ഈ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം അവിടുന്ന് പിന്മാറിയിരിക്കുന്നു. അവരുടെ വഴിക്ക് പോയി. ഈ SP എന്ന് പറയുന്ന വിദ്വാൻ ആ സംഭവ സ്ഥലത്ത് എത്തുന്നതന്നെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. അത് മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് മാത്രം. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കരസേനയുടെ, നമ്മുടെ മിലിറ്ററിയുടെ 40 അംഗ സംഘവും അതിനെ നയിക്കുന്ന കമാൻഡർ മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പൺ സംസാരം ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇതുവരെ ചെയ്തിരിക്കുന്ന മുഴുവൻ കൃത്യമായ രീതിയിലാണ്. അവിടെ ഇനിയും 50% മണ്ണ് എടുക്കാനുണ്ട്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആ ചെറുപ്പക്കാരന്റെ നേതൃത്വം നടത്തിയത് കറക്റ്റാണ്. ഞങ്ങൾ എന്തായാലും നാളെ ഒരു വളരെ ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു റഡാർ കൊണ്ടുവന്ന് അവിടെ തെരയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കരസേനയുടെ, അതായത് നമ്മുടെ മിലിറ്ററിയുടെ കമാൻഡർ പറഞ്ഞപ്പോൾ അതുപോലും കണക്കിലെടുക്കാതെ കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ട രക്ഷാപ്രവർത്തകരുടെ വേഷം കെട്ടിയ ഉദ്യോഗസ്ഥന്മാര്, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാര് ആകെ ആശ്വാസം പകർന്നുകൊണ്ട് നമ്മുടെ അർജുനെ എന്താ പറയുക, സ്വന്തം സഹോദരനെ പോലെ കഴിഞ്ഞ 4 ദിവസമായിട്ട് പരിഗണിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്ത അവിടുത്തെ MLA മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റയാളും തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അതാണ് ഇവിടുത്തെ പ്രശ്നം.